ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇപ്പൊ ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഇന്നലെ രാത്രി ഇന്ന് രാവിലേക്ക് ആയിട്ട് ഒരു പുതിയ ഗോളി ഇല്ലാത്തൊരു ഫോർമേഷൻ വെച്ചിട്ട് ഞാനൊരു മാച്ച് കളിക്കാന്ന് വെച്ചാൽ. അപ്പൊ എന്തായാലും മച്ചാമാരെ നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഈ ഒരു ഡിവിഷൻ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നത്, എത്രത്തോളം ഉണ്ടാവുന്നത് ഗൈസ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞാല് ഓൾറെഡി കുറച്ച്, അതായത് ഗൈസ് നമ്മൾ ഓൾറെഡി വേറൊരു സ്ക്വാഡ് എടുത്തിട്ടോ ചെയ്ത. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പൊ കളിക്കുന്ന ടീമിൽ കളിക്കുന്നില്ല, നമ്മൾ പുതിയൊരു പഴയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചൊരു ടീമായിരുന്നു. അപ്പൊ ഗൈസ് ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് CB പൊസിഷനായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഞാൻ എന്തായാലും ആ ഒരു ടീമായിട്ടല്ല, ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ടീം ഇറക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി വെക്കാൻ വെച്ചാൽ വരെ നമ്മുടെ ഓപ്പോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മുടെ റിയൽ സെഞ്ചുറിന്റെ ചാനലിൽ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം മച്ചാമാരെ. അപ്പൊ എന്തായാലും നോക്കുകയാണെങ്കിൽ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഓപ്പോണ്ട് വന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് നോക്കാം, ആരോഗ്യം അനുസരിച്ച് മാറ്റങ്ങളുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് നടത്താം. മച്ചാമാരെ ഇന്ന് പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് നല്ലൊരു കിടിലൻ ടീമാണ് വന്നിരിക്കുന്നത്. എൻ്റെ അമ്മയെ ഫുൾ ഡബിൾ ബൂസ്റ്റർ സ്ക്വാഡുമായിട്ടാണ് ആശ വന്നത്. സാവിയൊക്കെ ഉണ്ട്, നമ്മുടെ ഈറ്റോ ഉണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ സെപ്പഹാൻ SC എന്ന് പറഞ്ഞൊരു മച്ചാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഈ ഒരു കോംബോ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നത്. ദൈവത്തിനറിയാൻ വെച്ചാൽ മതി ഈ ഒരു മാച്ച് കിടിലനാവും, കിടിലനല്ലത്. കാരണം നല്ലൊരു കിടിലൻ ഓപ്പോണൻ്റാണ് വന്നിരിക്കുക. ആ ഒരു ഓപ്പോണൻ്റ് അടുത്താണ് ഞാൻ നമ്മുടെ CB, അതായത് ഗോളില്ലാണ്ട് കളിക്കാൻ പോണത്. വെക്കാൻ പറ്റൂ റുഡ്രിഗർ ടു ഹെർണാണ്ടസ് ടു നമ്മുടെ ഫെലിക്സ് ടു മച്ചമാരെ. ഫെലിക്സ് എന്താ വെച്ചാൽ ഇപ്പോൾ ഡൗണിലാന്ന് തോന്നുന്നു, സ്പീഡ് കിട്ടുന്നില്ല. ആ ഒരു ടൈമിലാണ് ഞാനിത് ഇറക്കിയതും ചെയ്തത്. ബെക്കാം ടു നമ്മുടെ മെസ്സി. എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള മെസ്സിയാണ്, നമ്മുടെ വിക്ടർ മെസ്സിയാണ്. കയറിപ്പോയി പാട്രിക് വിയേര സ്ലൈഡ് ചെയ്തു കേട്ടോ. കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ബെർഗോമി മച്ചാമാരെ, ബെർഗോമിക്കുള്ളൊരു സബ്സ്ക്രൈബർ പ്രോയാണ്. കോസ്റ്റഡ്, അതും ഡബിൾ ബൂസ്റ്റർ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഡെന്നിസ് ടു നമ്മുടെ ഫെലിക്സ് ടു മെസ്സി ടു ഓക്കെ കിട്ടുമോ നോക്കാം. ചെലിനി എടുത്തുടാ ഗൈസ്, ചെലിനി എടുത്തു. വെല്ലറുടെ ഗൈസ് ഇത് കിടിലാവും കേട്ടോ. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗൈസ് ഇത് കളിക്കാൻ നിൽക്കണ്ട, പണി പാടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നെ ജസ്റ്റ് രസത്തിന് വേണ്ടി ഇട്ടതാണ് മച്ചാമാരെ. ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ വെക്കാൻ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി ഇറക്കി നോക്കിയോ ഗൈസ്. എന്തായാലും രസമൊക്കെ ഉണ്ട്, സംഭവം നല്ല രസമുണ്ട്. ഇപ്പോൾ വിൻഷെയർ ടു ഫെലിക്സ് ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഗോൾ അടിക്കാം. ഡെന്നിസ് ഓക്കെ മച്ചാമ്മൻ. ഇവന്മാരുടെ ഗോളി നമ്മുടെ സ്മൈക്കിളാന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് സീനുമാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ലോയാണ് ഫസ്റ്റ് ഒരു ഗോൾ ഇട്ടിട്ടുണ്ട് 15-ാം മിനിറ്റിൽ. അപ്പോൾ ഒരു ആശ്വാസ ഗോൾ എന്ന് പറയാം, പക്ഷെ പറയാൻ പറ്റില്ല, കാരണം ഇത്ര നല്ലൊരു സ്ക്വാഡാണ്. അത് വെച്ച് അവൻ എപ്പോൾ വേണമെങ്കിലും ഒരു കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും കിടിലൻ മാച്ചാണ് ഗൈസ്. ഇത് നമ്മുടെ ഓൾറെഡി ഉള്ളൊരു പണ്ട് ഞാൻ ഇട്ട് വെച്ച ഗെയിം പ്ലാൻ കേട്ടോ. ഈറ്റോ ടു നമ്മുടെ മെസ്സി ടു ബെക്കാം ടു എടാ ഫസ്റ്റ് മറ്റോ കയറുമോ. സാവി ടു ഈറ്റോ ടു പിടിക്കണേ. ഓക്കെ, ബാസ്റ്റണി ടു ഡെന്നിസ് ഹെർണാണ്ടസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എടാ സാവി അടിച്ചു മച്ചാമാരെ. 20-ാം മിനിറ്റിൽ അവന്മാർ അടിച്ചു, സാവിനെ കൊണ്ട് അടിച്ചു ഗൈസ്. അപ്പോൾ സാവിയാണ് ഇട്ടത്, നമ്മുടെ സിംഗിൾ ബൂസ്റ്റർ സാവി. പിന്നെ ഓൾറെഡി ഇവരുടെ മാനേജർ നമ്മുടെ സ്റ്റോച്ച്കോവിക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്രാവശ്യം നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടീം ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി നമ്മൾ ബാർസലോണ തന്നെയായിരുന്നു, പിന്നെ ഇത് ഞാൻ ഇപ്രാവശ്യം പുതിയ ടീമാക്കി. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ GK നമ്മുടെ ബെക്കംബറാണ് കിടക്കുന്നത്. പിന്നെ ഈ ഒരു വേരിയേഷൻ 5-2-3 ഗൈസ് ഇത് കേട്ടോ. ഡീഫാൾട്ട് ഇട്ടാൽ മതി. ഒരു ടീം ഇട്ടിട്ട് അമേരിക്കൻ ലീഗിലുള്ളൊരു ടീമാണ്. ഡിഫൻസീവ് നമ്മൾ ടോണി, അറ്റാക്കിങ് നമുക്ക് ബാസ്റ്റണി റോഡ്രിഗറിനെ വെച്ചിട്ടുണ്ട്. എന്തായാലും മച്ചാമാരെ ഇതല്ലാണ്ട് വേറെ ലക്ഷ്യമൊന്നുമില്ല. എന്തായാലും കിടിലൻ മാച്ചായിരിക്കും. പാമേഴ്സോ അങ്ങനെ എന്താ നമ്മുടെ ടീമിൻ്റെ പേര് ഗൈസ്. അപ്പം നമുക്ക് നോക്കാം. ഡെന്നിസ് ടു ബെക്കാം ഗൈസ്. ഒന്നാമത് ഇത് നമ്മുടെ ഡിവിഷൻ മാച്ചാണ് കളിക്കുന്നത്, അപ്പോൾ റേറ്റിംഗ് കുറയും, നമ്മൾ കളി പണിയായി കഴിഞ്ഞാൽ. അപ്പോൾ അവന്മാരും ഗോൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഗൈസ് എനിക്ക് തോന്നുന്നു നമ്മളെ പകുതി പിടിച്ചു കഴിഞ്ഞാലും റേറ്റിംഗ് കുറയും. പിന്നെ മച്ചന്മാരെ ഇപ്പം നിങ്ങൾക്ക് നല്ല ചാൻസ് സ്ക്രിപ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. അടുത്ത ഗോൾ ഇല്ല, ബാസ്റ്റണി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതൊരു വെറൈറ്റി കോംബോ ആയി പോയിട്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു മാച്ചാണ് മച്ചന്മാരെ. എനിക്കറിയാം എന്താ വെച്ചാൽ ഓൾറെഡി ഗോൾ ഉണ്ടായിട്ട് വരെ ഇവിടെ നമ്മൾ ഡിവിഷൻ മാച്ചിൽ ഇതാവുന്നു. അപ്പോഴാണ് ഗോൾ ഇല്ലാണ്ട് എങ്ങനെ കളിക്കുന്നില്ല ഗൈസ്. വീണ്ടും ഒരു ചാൻസ് ഇല്ലടാ. ബെക്കാം ടു ഡെന്നിസ് ടു നമ്മുടെ ഹെർണാണ്ടസ് ഞാനും ഇറക്കിയിട്ടുണ്ട്. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അയ്യോ മെസ്സിനെ അവിടെ ലോക്ക് ചെയ്തു, അല്ലേ നമുക്ക് കിട്ടുമായിരുന്നു. സ്റ്റണ്ടിങ് ഒന്നും അടിക്കാൻ പറ്റുന്നില്ല മച്ചാൻ, ഇവന്മാർ സമ്മതിക്കുന്നില്ല. ചെലിനി ടു ബെക്കാം ടു ഈറ്റോ ടു മെസ്സി കിട്ടിയില്ല. ബാസ്റ്റണി ടു ഓക്കെ ഗൈസ്. അപ്പോൾ ഡെന്നിസ് ലോനെ കൊണ്ടിട്ട് നമുക്കൊരു ഷോട്ട് അടിപ്പിക്കാം. ഗൈസ് ഞാൻ വിചാരിച്ചത് കറക്റ്റ് കയറുന്നുണ്ടോ, കയറിയില്ല. കറക്റ്റ് അതിൻ്റെ മേളിൽ കൂടെ പോയി.
അപ്പോൾ മച്ചന്മാർ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ശോഭ റിയാലിറ്റി അതാണ് നമ്മുടെ ഇത് സൈഡിൽ കൂടെ ഒക്കെ പേര് എഴുതുന്നത്. ഇത് വെറൈറ്റി ഒരു കോംബോ ആയിട്ടുണ്ട്. എന്തായാലും ബെക്കാം ടു ഫെലിക്സ് ടു ഡെന്നിസ് ടു മെസ്സി ടു കോസ്റ്റേട്ട, ഡബിൾ ബൂസ്റ്റർ കോസ്റ്റേട്ട ഗൈസ്. നമ്മൾ ഓൾറെഡി സിംഗിൾ ബൂസ്റ്റർ ഉണ്ട്, പക്ഷേ എന്നാലും ഡബിളും സീനാണ്. പയ്യൻ്റെ അടുത്ത് ഗൈസ് ഇന്നലെ ലൈവിൽ നമ്മൾ റിയൽ സെഞ്ചു ചാനലിൽ ലൈവ് വന്നായിരുന്നു. ലൈവിൽ ഞാൻ നമ്മുടെ ഡ്രോപ്പ് പാക്ക് ഉണ്ടല്ലോ ഓപ്പൺ ചെയ്തു. ഞാൻ വിചാരിച്ചു പോലില്ല ഡ്രോപ്പ് പേനെ കിട്ടും. അപ്പം നിങ്ങൾക്ക് എത്ര ഡ്രോപ്പ് പേ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ കുറേ പേർക്ക് പല രീതിയിലാണ് ഡ്രോപ്പ് പേ കിട്ടിയിരിക്കുന്നത്. ചിലർക്ക് 4 ഉണ്ട്, 5 ഉണ്ട്. ചിലർക്ക് ഇതുവരെ കിട്ടാത്തവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടാത്തവർക്ക് വിഷമിക്കൊന്നും വേണ്ട, കിട്ടും. ഓ സാവി. അപ്പോൾ കിട്ടാത്തവരാരെയുണ്ട് കമൻറ്റ് ചെയ്യുക. കിട്ടുന്നവർ അതായത് എന്താ പറയുക എത്ര ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ ലൈവിൽ വന്നപ്പോൾ 4 ഉള്ള വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. കൈസ് ഷോട്ട് നമ്മൾ തന്നെ കേട്ടോ കൂടുതൽ അടിച്ചത്. പക്ഷേ അവന്മാരെ ഗോളി ഉള്ളതുകൊണ്ട് സീനാണ്. അപ്പോൾ മച്ചന്മാരെ എന്തായാലും നമുക്കൊരു പണി ചെയ്യാം. നമ്മുടെ വൈറ്റ് ഇല്ലേ, പിന്നെ മച്ചന്മാരെ ഓൾറെഡി നമ്മുടെ മെക്കലേൻ്റെ പാക്കൊക്കെ വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെല്ലാവരും പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. കാരണം ഓൾറെഡി നിങ്ങൾ കോയിനൊക്കെ ഇനി നോക്കി കറക്കിയാൽ മതി. അതായത് ഗൈസ് എന്താ പറയുക, ഒരു 300-400 രൂപേൻ്റെ മേളിൽ ആരും കോയിൻ കറക്കണ്ട. പക്ഷെ നല്ല പാക്കുകളാട്ടോ ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇനിയിപ്പം തിങ്കളാഴ്ച ആയാലും ജിറോഡിനെ കൊണ്ടുവന്നു. പിന്നെ പോർട്ട്വേ ആണെങ്കിൽ ആദ്യം വന്ന പോർട്ട്വേനെ പിന്നെ റിപ്പീറ്റ് അടിച്ചു. പക്ഷെ എല്ലാം നല്ല ഏകദേശം ഒരു 12-15 കാർഡുകൾ മൊത്തം നല്ല കാർഡുകളാണ്. റൊണാൾഡോ ഉണ്ട്, പിന്നെ നമ്മുടെ എല്ലാം നല്ല. ഇപ്പം നാളെ ഇപ്പോൾ നമ്മുടെ മോട്ടർച്ച് വരാൻ പോവാണ്. അതും നമ്മുടെ 50 ലിമിറ്റഡ്. പറയാൻ പറ്റില്ല വെച്ചാൽ 100 കോയിൻ 200 കോയിനൊക്കെ മോട്ടർച്ച് അടിക്കും. എന്തായാലും ഞാൻ കറക്കണം എന്നുണ്ട് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട്. പക്ഷേ സെക്കൻഡ് അക്കൗണ്ടിൽ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാൻ പറ്റുന്നില്ല വെച്ചാൽ കാരണം ലാഗ് ആയതുകൊണ്ട്. അതാണ് ഞാൻ ഇനിയിപ്പോൾ പ്ലെയർ എക്സ്ചേഞ്ച് വരുമ്പോൾ വേണം എനിക്ക് അങ്ങനെയും കൂടെ ചെയ്യാൻ. അല്ലേ എന്താ പറയുക, ഞാൻ ആപ്പൊക്കെ ഉപയോഗിച്ചു, പക്ഷേ സെക്കൻഡ് അക്കൗണ്ട് എൻ്റെ ഇതിൽ നടക്കുന്നില്ല. വാൽവർഡേ ടു നമ്മുടെ ഹെർണാണ്ടസ് ഇത് പൊളിക്കും കേട്ടോ മച്ചാൻ. ഇത് മിക്കവാറും നല്ല രസം ഉണ്ടാവും. ഓ സാവി ഗൈസ്, ഈ ഒരു സ്ക്വാഡ് ആയതുകൊണ്ടാണ്. നമുക്ക് ചെറിയ സ്ക്വാഡൊക്കെ ആണെങ്കിൽ പക്ഷെ പറയാൻ പറ്റില്ല. ഇപ്പം ചെറിയ സ്ക്വാഡ് വലിയ സ്ക്വാഡൊന്നുമില്ല, കളിക്കാൻ അറിയുന്നവർ എങ്ങനെയായാലും പണി ഒപ്പിക്കും ഗൈസ്. അപ്പോൾ കോസ്റ്റ് കേട്ട ഹെർണാണ്ടസ് അങ്ങനെയുണ്ട് കേട്ടോ മച്ചാൻ. സിമ്പിൾ സ്ക്വാഡായിട്ടും വെടിക്കെട്ട് കളിയായിട്ട് വരുന്നവർ കുറേ പേരുണ്ട്. ഓക്കെ, ജാക്ക് വിൽഷെയർ ടു ബെക്കാം. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഫെലിക്സ് ഓക്കെ ഗൈസ്. അപ്പോൾ ബെക്കാം എടാ ഷോ ഞാൻ വിചാരിച്ചോ വലിച്ചടിക്കുന്നു. സുവാരസൊക്കെ ആണെങ്കിൽ അടിക്കും കേട്ടോ വെച്ചാൽ. എടാ നല്ലൊരു ചാൻസ്. സുവാരസൊക്കെ ആണെങ്കിൽ അങ്ങനെ അടിക്കും. ഇന്നലെ നമ്മൾ ഡിവിഷൻ മാച്ച് കളിച്ചപ്പോൾ കണ്ടതാണ് ഗൈസ്. അപ്പോൾ നിങ്ങളെടുത്ത് ഗോളി ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കുറേ പേര് എനിക്ക് തോന്നുന്നു ലിവാക്കോവിച്ചും ഡിയോഗോ കോസ്റ്റയും പിക്ഫോർഡിനും എടുത്തിട്ടുണ്ട്. വേറൊരു ഗോളിയില്ലേ, ആ ഒരു ഗോളിന് എടുത്തവരൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ ആരും ചോദിച്ചുമില്ല, ആരും എടുത്തുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. 4ാമത് നിൽക്കുന്ന ഗോളിയില്ലേ, അതിൻ്റെ പേരറിയില്ല, ഞാൻ മറന്നുപോയി. ആ ഒരു ഗോളിന് ആരും എടുത്തിട്ടില്ല എന്ന് അറിയില്ല. നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും എടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ. ഞാൻ ആരും കമൻറ്റ് ചെയ്തൊന്നും കണ്ടില്ല. ലിവോക്കോവിച്ച് ഡിയോഗോ കോസ്റ്റ 12% കണ്ടോ ആൾക്കാർ പോൾ ചെയ്തിട്ടുള്ളൂ. അതിന് അറിയില്ല. അപ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്തവരൊക്കെ കമൻറ്റ് ചെയ്യാട്ടോ. പിന്നെ മച്ചാൻ നിങ്ങൾ പിക്ഫോർഡ് എടുക്കുകയാണെങ്കിൽ പൊസിഷൻ യൂസ് ചെയ്തവർ മാത്രം പിക്ഫോർഡിനൊക്കെ എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ വെറുതെ സെലക്ഷൻ കോൺട്രാക്റ്റ് കളയണ്ട. അതുപോലെ നമ്മൾ ഇന്നലെ ഒരു സബ്സ്ക്രൈബറോട് ചോദിച്ചായിരുന്നു ഗൈസ്, ഈറ്റോ അതിപ്പോൾ ഒരു ഗോൾ ആയാൽ അവിടെ ലെവൻ ബ്ലോക്ക് വെച്ചില്ലായിരുന്നു. സാവി ടു വാൽവർഡേ അല്ല ചെലിനി ഗൈസ്. ഇവിടെ ചാൻസ് കൂടുതലാട്ടോ. ഇവന്മാർ പണിയാക്കൂ. സാവി ടു ഹെർണാണ്ടസ് ടു എനിക്കൊന്ന് മിക്കവാറും ഇപ്പോൾ തന്നെ ഒരു പണി വരും ചാൻസ് ഉണ്ട്. വാസ്റ്റഡി ടു ഇത് പണിയാവോ ഗൈസ്. വിൽഷെയർ ഓക്കെ, കോസ്റ്റ് കേട്ട എടാ ഇത് മിക്കവാറും പണിയാക്കും ഇവന്മാർ. ഓക്കെ ഗൈസ്. അപ്പം നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഫെലിക്സ് ഈ പാട്രിക് വിയർ ഇവർ കറക്റ്റ് അവിടെ തന്നെ കാലും വെക്കണം ഗൈസ്, അല്ലെ ഒരു നല്ല ചാൻസ് കിട്ടിയാണ് കേട്ടോ. ഈ ടു വാസ്റ്റഡി ബെക്കാം ടു ഫെലിക്സ്. പോയോ ചെലി ഗൈസ്. പിന്നെ എന്താ വെച്ചാൽ ഓൾറെഡി നമ്മളിപ്പോൾ ഡെയിലി കളിക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് വ്യത്യാസം വരും. അതായത് കിട്ടി ടെന്നീസിലോ അടിച്ചോ. ഓ എൻ്റെ പോലെ അത് സ്ക്രിപ്റ്റിംഗ് ആണോ ഗൈസ്? അത് സേവ് ചെയ്താണോ അല്ലെങ്കിൽ കൊനാമിയുടെ തന്ത്രമാണോ ഗൈസ്? ഡെയിലി കളിക്കുമ്പോഴും കളിക്കാത്തപ്പോഴും നല്ല വ്യത്യാസമുണ്ട്. അതെന്താ വെച്ചാൽ ഡെയിലി കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടും. കളിക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടില്ല. കാരണം പാസ് ത്രൂ എല്ലാം മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ലോഗിൻ ചെയ്യാട്ടോ മച്ചവരെ. കാരണം ഇതൊക്കെ കിട്ടുന്ന ടൈമാണ്. ഈ സമയത്തൊക്കെ നിങ്ങൾ പരമാവധി ലോഗിൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ അഥവാ ലോഗിൻ എന്താ പറയുക കൊനാമി ആണെങ്കിൽ ഇപ്പം നല്ല പാക്കുകൾ കൊണ്ടുവരുന്ന ടൈം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് 100 കോയിൻ കൊണ്ടൊക്കെ ആ വരുന്ന ലോഗിൻ എടുത്തിട്ട് വെറുതെ കറക്കുക. അങ്ങനെയെങ്കിൽ അതായത് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതായത് സേവ് ചെയ്യാത്തവരൊക്കെ അങ്ങനെയെങ്കിലും കറക്കുക കേട്ടോ. പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഭാഗ്യം അടിക്കാം. അപ്പം 100 കോയിനൊക്കെ എന്താ പറയുക. അതുപോലെ കുറേ എന്താ പറയുക നമ്മൾ 5000 ഗൈസ്. അപ്പോൾ സാബി ടു നമ്മുടെ സ്നൈഡർ
സ്നൈഡർ 2 ഇത് ഇത് മിക്കവാറും പണിയാവും. എടാ എൻ്റെ ടോണി ആഡംസ് ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യം റെഡിയായി. ഓക്കെ ഗൈസ്, അപ്പോൾ കിട്ടിയിട്ടുണ്ട് മെസ്സി ടു നമ്മുടെ ബെർഗോമി. ഗൈസ് ഇത് കുറച്ച് സീനാണ്. ഹെർണാണ്ടസ് ടു വിൽഷെയർ ടു ഡെന്നിസ് പവർ കുറഞ്ഞടാ. വാൽവറുടെ ഗൈസ് എടാ വീണ്ടും കോള് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി മാച്ചായിരുന്നു. എന്തായാലും നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇട്ടു. എന്തായാലും കുഴപ്പമില്ല. നമ്മളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ഷോട്ട് അടിച്ചത്. കാരണം 2 ഷോട്ടോ 3 ഷോട്ടോ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ചെലിനി മഴ പെയ്തിട്ട് ചെലിനിയും പിന്നെ ഗോളി ഉള്ളതുകൊണ്ട് ഇവർ നല്ല സ്ട്രോങ് ആയിരുന്നു. അത്യാവശ്യം നല്ല ടീമാട്ടോ. 5 ഷോട്ട് അടിച്ച് വെച്ചാൽ മതി. അതിൽ 2 ഷോട്ടാണ് നമ്മുടെ ഓപ്പോണ്ട് ഇട്ട്. അവർ ഗോൾ അപ്പത്തേനെ ആക്കി. ഞാൻ പാൽമറാസ് എന്ന് പറഞ്ഞ ടീമായിട്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയുള്ള വെച്ചാൽ മതി. അപ്പോൾ ഒരു അടുത്തൊരു കിടിലൻ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ഓൾറെഡി നമ്മുടെ ഈ ഒരു ചാനലിൽ പെട്ടെന്ന് തന്നെ ലൈവ് ഇടാട്ടോ. ഞാൻ ആപ്പ് സെറ്റ് ആക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഒരേ ഫോണിൽ തന്നെ ഒരേ ആപ്പ് വെച്ചിട്ട് അപ്പോൾ നടക്കുന്നില്ല എന്താണെന്നറിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ലൈവ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.